أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يقولون ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. الصابرين والصادقين والقانتين والمنفقين والمستغفرين بالأسحار. شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط. لا إله إلا هو العزيز الحكيم. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പടച്ചവനെ കണ്ടുമുട്ടുന്ന ദിവസം വരെ പാപങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി അല്ലാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൂറത്ത് ആലി ഇമ്രാൻ, ഇമ്രാൻ്റെ കുടുംബം എന്ന അധ്യായമാണ്. അതിലെ 16, 17, 18 3 ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്തിട്ടുള്ളത്. ഈ 3 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളുടെ അഥവാ യഥാർത്ഥ വിശ്വാസികളുടെ ഗുണവിശേഷണങ്ങളാണ്, അവരുടെ പ്രത്യേകതകളാണ് അള്ളാഹു വിവരിക്കുന്നത്. ഒപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്ന പ്രതിഫലത്തെ സംബന്ധിച്ച്, ഏറ്റവും വണ്ണമായ പ്രതിഫലത്തെ സംബന്ധിച്ചുമാണ് ചർച്ച. الذين يقولون ربنا إننا അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിയാറുകൾ, യഥാർത്ഥ സത്യവിശ്വാസികൾ, മുത്തഖീങ്ങൾ, അവരവരുടെ എല്ലാ സമയങ്ങളിലും ഇவ்விதം പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ സമയങ്ങളിലും ഇவ்விதം അവർ അള്ളാഹുവിനോട് ചോദിക്കും, ഇന്നനാ ആമന്നാ, തീർച്ചയായും ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു. ഈ അല്ലാഹ്, ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു. ഫഗ്ഫിർ ലനാ ദുനൂബനാ, ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഞങ്ങളുടെ പാപങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന അരുതായ്മകൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ. വഖിനാ അദാബന്നാർ, നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ എന്നവർ പ്രാർത്ഥിക്കുമായിരുന്നു. മുഅ്മിനീങ്ങളുടെ ഒരു പ്രത്യേകമായ 2 സ്വഭാവത്തെ പറ്റിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഒന്ന്, അവരവരുടെ പാപങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടും, എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. അതിന് ഉത്തമ മാതൃകയാണ്. ഒരു പക്ഷേ നമ്മൾ വിചാരിക്കും നമ്മളിപ്പം അറിയപ്പെടുന്ന പാപങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്തിനാ? നമുക്കറിയാം, മാതൃവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പ്രഖ്യാപനം നടത്തിയതാണ്, മുൻപിൻ പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന്. മുൻപിൻ പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു ഖുർആനിലൂടെ മാലോകരെ അറിയിച്ചതാണ്. ഒന്ന്. രണ്ടാമത്തത്, അമ്പിയാക്കളെല്ലാം മഅ്സൂമീങ്ങളാണ്, പാപമുക്തരാണ്. ഈ 2 നില ഉണ്ടായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് 100 തവണ, ഹദീസിൽ 70 എന്നും കാണാം, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുമായിരുന്നു. അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുമായിരുന്നു. ഇത് മുഅ്മിനീങ്ങളുടെ ഒരു സിഫത്താണ്, മുഅ്മിനീങ്ങളുടെ ഒരു ഗുണമാണ്. അവരെപ്പോഴും അള്ളാഹുവിനോട് പൊറുക്കൽ
പൊറുക്കലിനെ തേടുന്നവരാണ്. രണ്ടോ, നരകത്തിന്റെ കഠോരമായ ശിക്ഷയിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നവരാണ്. പിന്നെയോ അസ്വാബിരീൻ, അവർ അങ്ങേയറ്റത്തെ ക്ഷമ അവലംബിക്കുന്നവരാണ്. ക്ഷമ പല രീതിയിലുണ്ട്. അള്ളാഹുവിന്റെ താഴത്തുകളുടെ മേൽ ക്ഷമിക്കുന്നവരാണ്. അഥവാ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി എത്ര പ്രയാസപ്പെട്ട് ഉണർന്ന് എഴുന്നേറ്റ് തയ്യാറായി ത്യാഗം ചെയ്യുന്ന വിഷയത്തിൽ അള്ളാഹുവിനോട് അവർ ക്ഷമിക്കുന്നവരാണ്. മാത്രമല്ല ഹറാമുകളെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുന്ന വിഷയത്തിൽ അവർ ക്ഷമിക്കുന്നവരാണ്. വസ്വാദിഖീന, മാത്രമല്ല അവർ സത്യസന്ധന്മാരുമാണ്. ജീവിതത്തിൽ സത്യസന്ധത പുലർത്തുക, വാക്കിൽ, പെരുമാറ്റത്തിൽ, പ്രവൃത്തിയിൽ, കൊടുക്കൽ വാങ്ങൽ ഇടപാടുകളിൽ, എല്ലാ കാര്യങ്ങളിലും സത്യസന്ധത പുലർത്തുന്നവരാണ്. മാത്രമല്ല വൽ ഖാനിതീൻ, അങ്ങേയറ്റത്തെ ഭക്തരാണ്, അള്ളാഹുവിനോടുള്ള ഭക്തി നിലനിർത്തുന്നവരാണ്. വൽ മുൻഫിഖീൻ, അതുപോലെ അള്ളാഹു നൽകിയിരിക്കുന്ന ധനത്തിൽ നിന്ന്, സമ്പത്തിൽ നിന്ന്, വിഹിതത്തിൽ നിന്ന് പാവപ്പെട്ടവർക്ക് ചിലവഴിക്കുന്നവരാണ്. അള്ളാഹ് ഇഷ്ടപ്പെട്ട വഴിയിൽ അവർ ചിലവഴിക്കുന്നവരാണ്. പിന്നെയോ വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ്. തഹജ്ജുദിന്റെ നേരത്ത് ഉണരുകയും തഹജ്ജുദ് നമസ്കരിക്കുകയും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യുന്നവരാണ്. നോക്കൂ നിങ്ങൾ, മുഅ്മിനീങ്ങളുടെ ഗുണമാ പറഞ്ഞത്. ഒന്ന്, മൂന്നാമത്തത് അവർ ക്ഷമ അവലംബിക്കുന്നവരാണ്. എത്ര നല്ല മനോഹരമായിട്ടാണെങ്കിൽ പോലും, എത്ര ത്യാഗം ചെയ്തിട്ടാണെങ്കിൽ പോലും അവരുടെ ജീവിതത്തിൽ ഹറാമുകളെ സൂക്ഷിക്കുകയും അതുപോലെ തന്നെ താഴത്തുകൾ അള്ളാഹുവിനെ വഴിപ്പെടുന്നതിൽ എത്ര ത്യാഗം ചെയ്തും അവർ വഴിപ്പെടുകയും ചെയ്യും. ക്ഷമ അവലംബിക്കുന്നവരാണ്. ജീവിതത്തിലുടനീളം സത്യസന്ധത പുലർത്തുക വലിയ ത്യാഗമാണ്. ജീവിതത്തിലുടനീളം സത്യസന്ധത പുലർത്തുക എന്ന് പറയപ്പെടുന്നത് വലിയ ത്യാഗമാണ്. വാക്കുകളിൽ, പ്രവൃത്തികളിൽ, കൊടുക്കൽ വാങ്ങൽ ഇടപാടുകളിൽ, ക്രയവിക്രയങ്ങളിൽ, ഇതിലെല്ലാം സത്യസന്ധത പുലർത്തുക വലിയ ത്യാഗമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൽ അങ്ങേയറ്റത്തെ ഭക്തി, ബഹുമാനം, ആദരവ്, ഭയപ്പാട്. ആര് കണ്ടില്ലെങ്കിലും അള്ള കാണുന്നുണ്ട്, ആര് കേട്ടില്ലെങ്കിലും അള്ള കേൾക്കുന്നുണ്ട്, അള്ള എന്നോടൊപ്പമുണ്ട്, അള്ള എന്നെ ശ്രദ്ധിക്കുകയാണ്, അള്ള എന്നെ വീക്ഷിക്കുകയാണ്. ആ നിലയിൽ അതുപോലെ തന്നെ ആളുകൾക്ക്, പാവപ്പെട്ടവർക്ക്, ചോദിച്ചു വരുന്നവരും അല്ലാത്തവർക്കും സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുക, ഇതൊക്കെ വലിയ ത്യാഗമുള്ളൊരു കാര്യമാണ്. അവസാനമായി പറഞ്ഞു, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഉണർന്നെഴുന്നേറ്റ് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക. അത് വലിയ ത്യാഗമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ നല്ല രസമാണ്. ഭാരം കൂടെ ഇട്ടൊന്ന് കമ്പിളിയും കൂടെ ഒന്ന് പുതച്ചു കഴിഞ്ഞാൽ നല്ല രസമാണ്, ഉറങ്ങാൻ നല്ല സുഖമാണ്. അറിയാതെ ഉറങ്ങിപ്പോവും. നേരത്തെ ഗുളിക കഴിച്ച് കിടന്ന് ഉറങ്ങിയിരുന്ന ആളുകൾ ഇപ്പോൾ ഗുളിക കഴിക്കാതെയാണ് ഉറങ്ങുന്നത്. കാരണം എന്താണ്? കുറച്ച് തണുപ്പും ആ ഒരു ഇതിലും സുഖത്തിലും കിടന്നിങ്ങനെ ഉറങ്ങുകയാണ്. സുബഹി പോലും അറിയാതെ പോവുകയാണ്. നോക്കൂ നിങ്ങൾ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കളോട് പറഞ്ഞു അത്രേ. ഇന്ന യാക്കൂബ് അലൈഹിസ്സലാം ലമ്മാ ഖാല ലി ബനീഹി, ഖുർആൻ പറയുന്നുണ്ട്, സഅസ്തഗ്ഫിറു ലക്കും റബ്ബി, മക്കളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാം, പൊറുക്കലിനെ തേടാം, എൻ്റെ റബ്ബിനോട് ഞാൻ ദുആ ചെയ്യാം. മക്കളോട് പറയുകയാണ്, ബാപ്പ നബിയാണ്, മക്കളോട് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാൻ കേട്ടോ. മുഫസ്സിരീങ്ങൾ പറയുന്നു, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്ത സമയം എപ്പോഴാ? ദുആ ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്ത സമയം ഇന്നഹു അഖറഹും ഇലാ വഖ്തിസ് സഹർ, രാത്രിയുടെ അന്ത്യയാമത്തെയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കൾക്ക് ദുആ ചെയ്യുമെന്ന് പറഞ്ഞ് ആ ദുആയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്ത സമയം എന്ന് പറഞ്ഞാൽ എന്താ? ആ സമയത്തുള്ള ദുആ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന അർത്ഥം.
സുബഹിക്ക് ഒരു അരമുക്കാൽ മണിക്കൂർ മുമ്പ് ഒന്ന് ഉണർന്നെഴുന്നേറ്റ് പ്രാഥമിക ആവശ്യങ്ങളെല്ലാം ഒന്ന് നിർവഹിച്ച് അൽഹംദുലില്ലാ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ ഒരു മുസല്ല വിരിച്ചിട്ട് ആ സമയത്ത് ഉള്ള 2 റക്അത്ത് നിസ്കാരം, നിഷ്കളങ്കമായ 2 റക്അത്ത് നിസ്കാരം, ആ നിസ്കരിച്ചിട്ട് അവിടെ ഇരുന്നു കൊണ്ടുള്ള ഒരു കരച്ചില്, ഒരു ചോദ്യം. അതുപോലെ തന്നെ ഒരു വലിയ വിഭാഗം സ്വഹാബാക്കളുടെ വിഷയത്തിൽ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, ഞങ്ങൾ കേട്ടു എന്ന്. വലിയൊരു സംഘം സഹാബത്താണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞങ്ങൾ കേട്ടു. യൻസിലുല്ലാഹു തബാറക വ തആല ഫീ കുല്ലി ലൈലത്തിൻ ഇല സമാഇ ദുനിയ. എല്ലാ രാത്രിയിലും 1-ാം ആകാശത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരും. ഹീന യബ്ഖാ തുൽസൽ ലൈലിൽ അഖീർ. രാത്രിയുടെ 1/3 അവശേഷിക്കുന്ന ബാക്കിയാകുന്ന ആ സമയത്ത് റബ്ബ് എന്നിട്ട് ചോദിക്കും, ഹൽ മിൻ സായിലിൻ ഫയുഅതി. ഈ സമയത്ത് ആരുണ്ട് എന്നോട് ചോദിക്കാൻ? ഈ സമയത്ത് എന്നോട് കൈ ഉയർത്തി ചോദിക്കാൻ ആരുണ്ട്? ഞാൻ അവർക്ക് കൊടുക്കും. ഹൽ മിൻ ദാഇൻ ഫഅസ്തജീബു ലഹു. ഈ സമയത്ത് എന്നോട് ദുആ ചെയ്യാൻ ആരുണ്ട്? അവരുടെ ദുആ ഞാൻ സ്വീകരിക്കും, ഞാൻ ഉത്തരം കൊടുക്കും. വഹൽ മിൻ മുസ്തഗ്ഫിരിൻ. ആര് എന്നോട് പൊറുക്കൽ തേടാനുണ്ട്? ഫഅഗ്ഫിർ ലഹു. ഞാൻ അവർക്ക് പുറത്തു കൊടുക്കും, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കും. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു തആല അൻഹു, നാഫി റളിയല്ലാഹു തആല ഒരു സംഭവം പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയിൽ നിസ്കരിച്ചു. അഥവാ ഇശാ നമസ്കാരം കഴിഞ്ഞു. അത് കഴിഞ്ഞ് രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർന്നെഴുന്നേറ്റു. അദ്ദേഹം പറയാണ്, ആ എഴുന്നേറ്റ സമയം രാത്രിയുടെ മധ്യഭാഗമാണോ അതോ രാത്രിയുടെ അവസാനമാണോ എനിക്കത് വലിയ കൃത്യതയില്ല. ഏതെങ്കിലും ആ സമയത്ത് എഴുന്നേറ്റു വിത്ർ നിസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിട്ട് എന്നോട് ചോദിച്ചു, ഹൽ ജാഅ സഹർ. രാത്രിയുടെ അവസാന യാമം, അവസാന സമയം വന്നോ? ആ സമയം ആയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് തിരക്കിയത്. ഹൽ ജാഅ സഹർ. രാത്രിയുടെ അവസാനത്തെ യാമം എത്തിയോ? സുബഹിക്ക് മുമ്പുള്ള പ്രത്യേകമായ സമയം, തഹജ്ജുദിന്റെ സമയം. ഉടനെ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, നഅം, അതെ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫഅഖ്ബല അല ദുആഇ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആയിലേക്ക് പോയി. പിന്നെ ഒരു സംസാരവുമില്ല, പിന്നെ ദുആയിലാണ്. വൽ ഇസ്തിഗ്ഫാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്തിഗ്ഫാറിലും ദുആയിലുമായിട്ട് അങ്ങനെ കഴിയാൻ തുടങ്ങി. ഏതുവരെ? ഹത്താ യുസ്ബിഹ. പ്രഭാതം എത്തുന്നവരെ, എന്നുവെച്ചാൽ സുബഹിയുടെ ബാങ്ക് വിളിക്കുന്ന സമയം വരെ. സുബഹിയുടെ ബാങ്ക് വിളിക്കുന്ന സമയം വരെ, സുബഹിയുടെ സമയം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആയിലും ഇസ്തിഗ്ഫാറിലുമായിട്ട് നബി തങ്ങൾ നേരെ തിരിഞ്ഞു. അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോ, വിഷമങ്ങൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ ഞങ്ങൾ ഈ സമയത്തെ നമസ്കാരത്തെ തിരഞ്ഞെടുക്കുമായിരുന്നു. ഏത് സമയം? രാത്രിയുടെ അവസാനത്തെ സമയം. രാത്രിയുടെ അവസാനത്തെ സമയം സുന്നത്ത് നമസ്കരിച്ചിട്ട് ആ സമയത്തെ ഞങ്ങൾ ചോദിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്, സൂക്ഷിക്കണം ഇൻഷാ അല്ലാഹ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു. അല്ലാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, അല്ലാഹു സാക്ഷിയായിരിക്കുന്നു. അന്നഹു ലാ ഇലാഹ ഇല്ലാഹു. ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണ്. വൽ മലായികതു. മലക്കുകളും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. വഉലുൽ ഇൽമി. അതുപോലെ തന്നെ സൂക്ഷ്മമായി അറിവുള്ളവരും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അല്ലാഹു ഏകനാണ്, അവനല്ലാതെ വേറെ ഇലാഹുവില്ല. ഖായിമൻ ബിൽ ഖിസ്ത്. അവനാകട്ടെ
നീതി സ്ഥാപിക്കുകയും ചെയ്യുന്നവനാകുന്നു. ആ അല്ലാഹ് നീതി സ്ഥാപിക്കുന്നവനാണ്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ഇലാഹേ നിങ്ങൾക്കില്ല. ആരാധന നടത്താൻ, നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിക്കാൻ, പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി യാചിക്കാൻ, നിങ്ങളുടെ സങ്കടങ്ങൾ പറയാൻ, നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാൻ അവനല്ലാതെ വേറെ ഒരു ഇലാഹ് നിങ്ങൾക്കില്ല. ഹുവൽ അസീസുൽ ഹകീം, അവൻ അങ്ങേയറ്റത്തെ പ്രതാപിയാണ്, അവൻ അങ്ങേയറ്റത്തെ യുക്തിക്കനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വളരെ സ്പഷ്ടമാണ്, വളരെ സ്പഷ്ടമാണ്. ബഹുമാനപ്പെട്ട സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഹജ്ജിന്റെ വേളയിൽ അറഫയിൽ വെച്ചിട്ട് ഈ ആയത്ത് ഓതി, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികതു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാരായണം ചെയ്യുന്നതായി ഞാൻ കേട്ടു. എന്നിട്ട് ഇതുകൂടി നബി തങ്ങൾ പറഞ്ഞു, അന അഷ്ഹദു ഐ റബ്ബ്, ഏ റബ്ബേ, അല്ലാഹുവേ, ഞാനും സാക്ഷിയാണ്, ആരാധനക്കർഹൻ നീയല്ലാതെ വേറൊരു ഇലാഹില്ല എന്ന് ഞാനും സാക്ഷിയാണ് റബ്ബേ. അല്ലാഹ് അവിടെ മൂന്ന് ആളുകളെയാണ് എടുത്തു പറഞ്ഞത്. ഒന്ന് മലായിക്കത്ത്, ഒന്ന് അല്ലാഹ് തന്നെ, രണ്ട് മലക്കുകൾ, മൂന്ന് ഉലുൽ ഇൽമി, സൂക്ഷ്മജ്ഞാനികളായ ആളുകൾക്ക് എന്താണ് മൂന്ന് കാര്യങ്ങളാണ് അല്ലാഹു തആല എടുത്തു പറഞ്ഞത്. അതിനോട് ചേർത്ത് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാനും സാക്ഷിയാണ് റബ്ബേ, ഞാനും സാക്ഷിയാണ്. അല്ലാഹു മുഅ്മിനീങ്ങളുടെ സിഫത്ത്, മുഅ്മിനീങ്ങളുടെ ഗുണം നമ്മുടെ ജീവിതത്തിൽ പരമാവധി പരിശ്രമിച്ച് ഉണ്ടാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.